ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ സമരത്തിൽ മാതൃത്വത്തിന്റെ കവചമുയർത്തി LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ യുദ്ധം നടത്താനാണ് BJP കോൺഗ്രസ് ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മകന്റെ മരണത്തിൽ മനം നൊന്തു കഴിയുന്ന അമ്മയുടെ പേരിൽ സർക്കാർ വിരുദ്ധ വികാരം പടർത്താനാണ് നീക്കം. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒളിവിൽ കഴിയുന്നവർ ഏത് മാളത്തിൽ ഒളിച്ചാലും പോലീസ് പിടികൂടും. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ സാധ്യമാകുന്ന എല്ലാ നടപടികളും CPIM സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ജിഷ്ണുവിന്റെ കുടുംബം DGP ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ വന്നതും തുടർന്നുണ്ടായ സംഭവങ്ങൾക്കും പിന്നിലെ കോൺഗ്രസ് BJP ദുഷ്ടലാക്ക് തിരിച്ചറിയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നു. മാതൃത്വത്തിന്റെ കവചമുയർത്തി LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ യുദ്ധം നടത്താനാണ് ഇവരുടെ ശ്രമം. മകന്റെ മരണത്തിൽ മനംനൊന്തു കഴിയുന്ന അമ്മയുടെ പേരിൽ സർക്കാർ വിരുദ്ധ വികാരം പടർത്താനാണ് നീക്കം. DGP ഓഫീസിന് മുന്നിലെ സമരവും സംഘർഷവും യാദൃച്ഛികമാണെന്ന് കരുതാനാകില്ല. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രധാന നേതാക്കൾ സമരത്തിന് ചുക്കാൻ പിടിക്കാൻ പരിസരത്തുണ്ടായിരുന്നു. ജിഷ്ണുവിന്റെ അമ്മയെ പോലീസ് ചവിട്ടുകയോ മർദ്ദിക്കുകയോ ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നില്ല. എന്നാൽ ഇതേപ്പറ്റി ജിഷ്ണുവിന്റെ അമ്മ മഹിജ പരാതി നൽകിയ സാഹചര്യത്തിൽ പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കും. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ജിഷ്ണുവിന്റെ സംഭവം LDF സർക്കാരിന്റെ സൃഷ്ടിയല്ല, UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഇരയാണ് ജിഷ്ണു. സംഭവത്തിൽ UDF നേതൃത്വം മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കൗതുകകരമാണെന്നും CPIM പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്നവർ ഏത് മാളത്തിൽ ഒളിച്ചാലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മഹത്തായ വികാരത്തെ ദുരുപയോഗപ്പെടുത്തി സർക്കാരിനെതിരെ നടത്തുന്ന ഗൂഢ രാഷ്ട്രീയ നീക്കങ്ങൾ ജനം തിരിച്ചറിയണം. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ സാധ്യമാകുന്ന എല്ലാ നടപടികളും CPIM സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിരാഹാരം കിടക്കുന്ന മഹിജയെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു. തങ്ങളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ജിഷ്ണു മരിച്ച കേസിലെ പ്രതികളായ ശക്തിവേൽ, പ്രവീൺ എന്നിവരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകാനാകില്ല എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇരുവരുടെയും ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് പ്രോസിക്യൂഷൻ നിലപാട് വ്യക്തമാക്കിയത്. അറസ്റ്റ് ഒഴിവാക്കണമെന്ന് പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രോസിക്യൂഷൻ നിലപാട് വ്യക്തമാക്കിയത്. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം ഇരുവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണം എന്ന അപേക്ഷ പരിഗണിക്കുന്നത് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ്. 1959-ൽ EMSനെയും 1995-ൽ കരുണാകരനെയും അട്ടിമറിച്ചതുപോലെ കുപ്രചാരണം നടത്തി ജനവികാരം ആളിക്കത്തിക്കാനാണ് ചിലരുടെ ശ്രമം. വിമോചന സമരം മുതൽ ചാരക്കേസ് വരെ സൃഷ്ടിച്ചത് ചില സംഘടിത ശക്തികളാണ്. പിണറായി തുടർന്നാൽ തങ്ങളുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ നടക്കില്ലെന്ന് ഉറപ്പുള്ള പോലീസിലെ ഒരു ലോബിയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും വിവിധതരം മാഫിയകളുമാണ് ഗൂഢാലോചന നടത്തുന്നത് എന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. 64ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മോഹൻലാലിന് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം. മികച്ച അഭിനേത്രി അടക്കം 7 പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചു. അക്ഷയ് കുമാർ മികച്ച നടൻ, പ്രിയദർശൻ ചെയർമാനായ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. And best actor is for Akshay Kumar for Rustam. മറാത്തി, ബംഗാളി ചിത്രങ്ങൾ മേൽക്കൈ നേടിയ 64ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയും നടനുള്ള പ്രത്യേക പരാമർശവുമടക്കം 7 പുരസ്കാരങ്ങൾ കേരളത്തിന്. പ്രാദേശിക ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച മലയാള ചിത്രമായി മഹേഷിന്റെ പ്രതികാരം തെരഞ്ഞെടുക്കപ്പെട്ടു. തിരക്കഥ എഴുതിയ ശ്യാം പുഷ്കറാണ് മികച്ച തിരക്കഥാകൃത്ത്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനൽ മഹേഷിന്റെ പ്രതികാരം ഈസ് ഫോർ പുഷ്കരൻ. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പുലിമുരുകൻ, ജനതാ ഗാരേജ് എന്നീ മലയാളം, തെലുങ്ക് പടങ്ങളിലെ അഭിനയത്തിന് മോഹൻലാൽ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായി. 3 ചിത്രങ്ങളും കേന്ദ്ര ജൂറി സമിതി പ്രത്യേകം പരിഗണിക്കുകയായിരുന്നു. Now is the jury award for Mohanlal for മുന്തിരിവള്ളികൾ പൂത്തപ്പോൾ, ജനതാ ഗാരേജ് and പുലിമുരുകൻ. One is a Telugu film and 2 Malayalam films. അക്ഷയ് കുമാർ നടനായപ്പോൾ മിന്നാമിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരഭിയാണ് ഈ വർഷത്തെ മികച്ച നടി. The best actress is for Minna Minungu, Surabhi M. It's a Malayalam film. ഡോക്ടർ ബിജുവിന്റെ കാട് പൂക്കുന്ന നേരത്തിലെ ശബ്ദ ഡിസൈനിങ്ങിന് ജയദേവൻ പുരസ്കാരത്തിന് അർഹനായി. പുലിമുരുകനിലെ സംഘടനങ്ങൾ പരിഗണിച്ച പീറ്റർ ഹെയ്നാണ് മികച്ച സ്റ്റണ്ട് സംവിധായകൻ. ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇതാദ്യമായാണ് ഈ വിഭാഗം ഉൾപ്പെടുത്തുന്നത്. ബാലനടന്മാരുടെ വിഭാഗത്തിൽ ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ച ആദിഷ് പ്രവീണും മികച്ച ബാലനടനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്തു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ദേശീയ പുരസ്കാരം സ്നേഹത്തോടെ സ്വീകരിക്കുന്നുവെന്ന് നടൻ മോഹൻലാൽ. പീറ്റർ ഹെയ്നിന് പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്തോഷം. തീർച്ചയായിട്ടും മലയാളത്തിന് പുറത്ത് ഒരു അവാർഡിന് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചില പ്രതീക്ഷിക്കാതെയാണല്ലോ അവാർഡുകൾ കിട്ടുന്നത്. എല്ലാ അവാർഡുകളും അങ്ങനെ തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ അവാർഡ് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, പ്രത്യേകിച്ച് മലയാളത്തിന് പുറത്ത് കിട്ടിയ അവാർഡിന്. ദേശീയ പുരസ്കാരം കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്ന് മഹേഷിന്റെ പ്രതികാരം സിനിമയുടെ സംവിധായകൻ ദിലീഷ് പോത്തനും തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കറും പ്രതികരിച്ചു. വളരെ സന്തോഷം, ഇങ്ങനൊരു അവാർഡ് കിട്ടിയത് അതൊരു പ്രോത്സാഹനമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നാഷണൽ അവാർഡ് കിട്ടുക എന്നുള്ളത്. സന്തോഷമുണ്ട്. എല്ലാവർക്കും വലിയൊരു ടീം വർക്കിൻ്റെ എഫേർട്ടാണ്. അത് സക്സസ്ഫുൾ ആയതിലും ഇപ്പോൾ എല്ലാവർക്കും ബഹുമാനിക്കാവുന്ന തരത്തിലുള്ള സിനിമ ആയതിലും വലിയ സന്തോഷം. നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നാഷണൽ അവാർഡിന് ചിത്രം സമർപ്പിക്കുമ്പോൾ പരിഗണിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അല്ലാണ്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ല. രാവിലെ നിങ്ങൾ വിളിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് അന്വേഷണങ്ങൾ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അവസാന റൗണ്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്. നിങ്ങളുടെ സൂചനകളിൽ നിന്നാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം TV കണ്ടു, സന്തോഷം. ദക്ഷിണേന്ത്യക്കാർക്കെതിരെ BJP MP തരുൺ വിജയുടെ വംശീയ അധിക്ഷേപം. കേരളം, തമിഴ്, കർണാടക, ആന്ധ്ര സംസ്ഥാനക്കാർ കറുത്തവരെന്ന് BJP നേതാവ് അഭിപ്രായപ്പെട്ടു. അൽ ജസീറയുമായുള്ള അഭിമുഖത്തിലാണ് വിവാദ പ്രസ്താവന നടത്തിയത്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ആഫ്രിക്കൻ വംശജർക്കെതിരെ കഴിഞ്ഞയാഴ്ച വ്യാപകമായ അക്രമം നടന്നിരുന്നു. ഇതേക്കുറിച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ BJP നേതാവ് തരുൺ വിജയ് പറഞ്ഞതിങ്ങനെ: We were racist. Why would have all the entire South, which is complete, Tamil, Kerala, Karnataka and Andhra. Why do we live with them? We have black people around us. You are denying your own nation. You are denying your ancestry. That's very bad. I think we can be as good or as bad as any other human community. കറുത്ത വർഗ്ഗക്കാർക്കെതിരെ ഇന്ത്യയിൽ അമർഷമുണ്ടെങ്കിലും അവരെ ആക്രമിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം കേരളം, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ കറുത്തവരുണ്ട്. അവരോടൊപ്പമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവരെ ആക്രമിക്കാത്ത ഞങ്ങൾ ആഫ്രിക്കക്കാരെ ആക്രമിക്കില്ല. ഇന്ത്യയിൽ വിവിധ സമൂഹങ്ങളിൽപ്പെട്ടവർ പരസ്പരം ആക്രമിക്കാറുണ്ടെന്നും തരുൺ വിജയ് പറയുന്നു. തരുൺ വിജയുടെ ഇത്തരം വാദങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. കടുത്ത വംശീയ അധിക്ഷേപമാണ് BJPയുടെ മുൻ MP കൂടിയായ തരുൺ വിജയിൽ നിന്ന് ഉണ്ടായതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിനിമാ തിരക്കഥയേക്കാൾ വെല്ലുന്ന ആസൂത്രണത്തോടെയാണ് അനന്തു എന്ന +2 വിദ്യാർത്ഥിയെ ആലപ്പുഴയിൽ RSSകാർ കൊലപ്പെടുത്തിയത്. വയലാർ പഞ്ചായത്തിലെ RSSന്റെ രഹസ്യ താവളത്തിൽ വെച്ചാണ് കൊല നടത്തിയത്. രാത്രികാലങ്ങളിൽ ഇവിടെ RSS നേതാക്കൾ ഒത്തുകൂടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച LDF ജില്ലയിൽ ഹർത്താൽ ആചരിച്ചു. ഇത് RSS തങ്ങളുടെ ശിക്ഷണ നടപടികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന താവളം. കഴിഞ്ഞ ദിവസം അനന്തു എന്ന 17 വയസ്സുകാരനെയും RSSന്റെ മുഖ്യ ശിക്ഷകടക്കമുള്ളവർ കൊലപ്പെടുത്തിയ സ്ഥലം. വയലാർ പഞ്ചായത്തിലെ ഈ പാടശേഖരത്തിൻ്റെ നടുവിലുള്ള ഈ കുറ്റിക്കാട് കണ്ടാൽ ഇതിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലമുണ്ടെന്ന് പുറത്തുനിന്നാർക്കും അറിയാൻ കഴിയില്ല. എന്നാൽ കുറച്ചു കാലമായി RSSന്റെ പ്രാദേശിക നേതാക്കൾ രാത്രികാലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ വച്ചാണ് RSSനുള്ളിലെ പല പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നത്. RSSന്റെ തന്നെ ശാഖയിൽ പ്രവർത്തിക്കുകയായിരുന്ന അനന്തുവിനെതിരെ +2 പരീക്ഷയ്ക്ക് ശേഷം നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചുവെങ്കിലും അന്നത് നടപ്പിലായില്ല. ഒടുവിൽ നീലിമംഗലം ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് സമീപം അനന്തുവിനെ വിളിച്ചു വരുത്തി വയലിലിട്ട് മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ചാണ് RSSന്റെ ഈ ക്യാമ്പിലെത്തിച്ചത്. അനന്തുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ എത്തിയവരെ പോലും അതിനനുവദിക്കാതെയാണ് RSS തങ്ങളുടെ ശിക്ഷാവിധി നടപ്പിലാക്കിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പശുസംരക്ഷണത്തിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ നോട്ടീസ്. കേന്ദ്രത്തിനും രാജസ്ഥാൻ ഉൾപ്പെടെ 6 സംസ്ഥാന സർക്കാരുകൾക്കുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം.